ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ HSST സുവോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MCQs അടുത്ത സെറ്റ് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബയോമോളിക്യൂൾ ഈസ് കറക്റ്റ്ലി ക്യാരക്ടറൈസ്ഡ്? ലെസിത്തിൻ, ഫോസ്ഫോറിലേറ്റഡ് ഗ്ലിസറൈഡ് ഫൗണ്ട് ഇൻ ദ സെൽ മെംബ്രെയിൻ, പാമറ്റിക് ആസിഡ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വിത്ത് 18 കാർബൺ ആറ്റംസ്, അഡിനിലിക് ആസിഡ്, adenosine with a glucose phosphate molecule. Alanine amino acid contains an amino group and an acidic group anywhere in the molecule. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ലെസിത്തിൻ ആണ്. ഫോസ്ഫോറിലേറ്റഡ് ഗ്ലിസറൈഡ് ആണ് ഫൗണ്ട് ഇൻ ദ സെൽ മെംബ്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോമോളിക്യൂൾസ് ആർ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, മൈറ്റോകോൺട്രിയ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. നമുക്കറിയാം മൈറ്റോകോൺട്രിയ അല്ലല്ലോ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ് വരുന്ന ഓപ്ഷനാണ് 1, 2 ആൻഡ് 3 എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷൻ. സെല്ലുലോസ് ഈസ് എ ഹോമോ പോളിമറോ? ഫ്രക്ടോസ്, മാനോസ്, ഗാലക്ടോസ്, ഗ്ലൂക്കോസ്. അതിൽ ഗ്ലൂക്കോസ് ആണ് ആൻസർ വരുന്നത്. അടുത്തതാണ് എ ഹോമോ പോളിമർ ഹാസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ബ്ലോക്സ് കാൾഡ് മോണോമർ റിപ്പീറ്റഡ് n number of times. Heteropolymer has more than one type of monomer. Proteins are heteropolymers of usually made up of എത്ര ടൈപ്പ് മോണോമേഴ്സ് ആണെന്നുള്ളത് 20 ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് protein is imagined as a line. The left end is represented by first amino acid and the right end is represented by the last amino acid. The first and last amino acids are called N-terminal amino acid and C-terminal amino acid. അമിനോ ടെർമിനലും കാർബോക്സി ടെർമിനലും. അടുത്തതാണ് ഇൻ എ പോളിസാക്കറൈഡ് ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ. ഇൻ എ പോളിസാക്കറൈഡിലാണ്. അപ്പോൾ അതെന്താണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ആൻസർ വരുന്നത്. അടുത്തത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ. എന്താണ് ആൻസർ വരുന്നത്? 2 കാർബൺ ആറ്റംസ് ഓഫ് 2 അഡ്ജസൻറ്റ് മോണോസാക്കറൈഡ്സ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് സീൻ ഇൻ DNA? അത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും അറിയാം യുറാസിൽ DNA ഇല്ല. അപ്പോൾ യുറാസിൽ, പെൻറ്റോസ് ഷുഗർ, ഫോസ്ഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. എന്തിൻ്റെ പ്രസൻസിലാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയേക്കുന്നത്? പെപ്റ്റൈഡ് ബോണ്ട്സ് ആണ്. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് 1 അമിനോ ആസിഡ് ആൻഡ് അമിനോ ഗ്രൂപ്പ് ഓഫ് അഡ്ജസൻറ്റ് അമിനോ ആസിഡ് ഈസ് കോൾഡ്. ഏതാണ്? പെപ്റ്റൈഡ് ബോണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എനർജി കറൻസി ഓഫ് സെൽ ഈസ്. എന്താണ്? ATP. ദ ലിവിങ് സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഓർ ആൻ. എന്താണ്? നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ടു നോട്ട് ബി ഏബിൾ ടു പെർഫോം വർക്ക്. ഇക്വിലിബ്രിയം നോൺ സ്റ്റഡി സ്റ്റേറ്റ് ടു ബി ഏബിൾ ടു പെർഫോം വർക്ക്. നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ് ടു ബി ഏബിൾ ടു പെർഫോം വർക്ക്. നോൺ ഇക്വിലിബ്രിയം നോൺ സ്റ്റഡി സ്റ്റേറ്റ് ടു ബി ഏബിൾ ടു പെർഫോം വർക്ക്. അപ്പോൾ ആൻസർ എന്താണ്? നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ് ടു ബി ഏബിൾ ടു പെർഫോം വർക്ക്. അടുത്തതാണ് സെൽ കണ്ടിന്യൂസ് ടു ഫങ്ഷൻ അണ്ടിൽ എ മെറ്റബോളിക് ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. ഹൗ ഡു സെൽസ് അവോയ്ഡ് റീച്ചിങ് മെറ്റബോളിക് ഇക്വിലിബ്രിയം? അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? പ്രൊവൈഡിങ് കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് എനർജി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ബ്ലഡ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ എ നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വൽ എത്രയാ? 4.2 to 6.1 മില്ലി മോൾ പെർ ലിറ്റർ ആണ്. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ എ ഫിസിക്കൽ പ്രോസസ്? ചേഞ്ച് ഇൻ ഷേപ്പ് വിത്തൗട്ട് ബ്രേക്കിംഗ് ഓഫ് ബോൺസ്. കറക്റ്റാണ്. അടുത്തത് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വെൻ ഐസ് മെൽറ്റ് ഇൻ ടു വാട്ടർ ഓർ വെൻ വാട്ടർ ബിക്കംസ് എ വേപ്പർ. അടുത്തത് ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ടു ഗ്ലൂക്കോസ്. എന്താ ചോദിച്ചേക്കുന്നത്? ഫിസിക്കൽ പ്രോസസ് ആണല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ബോത്ത് 1 and 2. വിച്ച് വൺ ഈസ് എ കോഫാക്ടർ ഓഫ് കാർബോണിക് അൺഹൈഡ്രേസ്? കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ കോഫാക്ടറായിട്ട് ഇവിടെ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്? സിങ്ക് ആണ്. അടുത്ത km വാല്യൂ ഓഫ് എൻസൈം ഇസ് ദ വാല്യൂ ഓഫ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് വിച്ച് ദ റിയാക്ഷൻ റീച്ചസ് ടു ഹാഫ് Vmax ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് km വാല്യൂസ് റിലേറ്റഡ് ടു ക്രോമറ്റോഗ്രഫി
ES കോംപ്ലക്സ്, ABO കോംപ്ലക്സ്, മോർഫോമെട്രി. ES കോംപ്ലക്സ് ആണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഫോംഡ് ഡ്യൂറിങ് ആൻ എൻസൈമാറ്റിക് റിയാക്ഷൻ. എങ്ങനെയായിരിക്കും? ട്രാൻസിഷൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രക്ചർ ഓഫ് ദ സബ്സ്ട്രേറ്റ് ഫോംഡ് ഡ്യൂറിങ് ആൻ എൻസൈമാറ്റിക് റിയാക്ഷൻ. ട്രാൻസിയൻറ്റും ആയിരിക്കും, അതുപോലെ അൺസ്റ്റേബിളും ആയിരിക്കും. അടുത്താണ് വിച്ച് എൻസൈം ഹാസ് ആൻ ആക്ടിവേറ്റർ സിങ്ക്. വിച്ച് എൻസൈം ഹാസ് ആൻ ആക്ടിവേറ്റർ സിങ്ക്. ഏതാണ്? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ആക്ടിവേറ്ററാണ് സിങ്ക് എന്ന് പറയുന്നത്. അടുത്തത് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഡെൻറ്റൽ ഫോർമുല. അതിൻ്റെ ആൻസർ വരുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദ അപ്പർ ആൻഡ് ലോവർ ജോ ഇൻ ദ ഓർഡർ ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമൊളാഴ്സ് ആൻഡ് മൊളാഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമൊളാഴ്സ് ആൻഡ് മൊളാഴ്സ് ഇൻ ആൻ അഡൽട്ട് മാൻ ഈസ് എത്രയാണ്? 8, 4, 8, 12. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ മിസ് മാച്ച് ആണ്. മ്യൂക്കോസ, റുഗേ, വില്ലേ, ലാക്ടിയൽസ്, ലിവർ, അബ്ഡോമിനൽ ക്യാവിറ്റി. കറക്റ്റാണ്. അടുത്തത് പരോട്ടിഡ് ഗ്ലാൻഡ് ബിലോ ദ ടങ്. പരോട്ടിഡ് ഗ്ലാൻഡ് ചീക്കിലാണ്, ടങ്ങിൽ കാണുന്നത് സബ്ലിംഗ്വൽ ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ 1, 2 ആൻഡ് 3 കറക്റ്റ്ലി എന്നുള്ളതാണ്. ഇതെന്താണ്? സ്റ്റൊമക്കാണ്. സ്റ്റൊമക്കിൻ്റെ ആ ഒരു ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തത് എന്താ വരുന്നത്? ഒന്നാമത്തെ വരുന്നത് ഫണ്ടസ് റീജിയൺ ആണ്. രണ്ടാമത്തത് കാർഡിയാക്ക്, മൂന്നാമത്തത് പൈലോറിക്. അപ്പം തേർഡ് ഓപ്ഷനാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് വാൾ ഓഫ് അലിമെൻ്ററി കനാൽ ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. അതെന്താണ്? സെറോസ, മസ്കുലാരിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അതിൽ കോളം 1ഉം 2ഉം ഉണ്ട്. ഡുവോഡിനം വരുന്നത്, ഡുവോഡിനം ഒന്നാമത്തതാണ്. അപ്പോൾ ഡുവോഡിനത്തിൽ എന്താ നടക്കുന്നത്? ഡുവോഡിനത്തിൽ നടക്കുന്നത് എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിലാണ് മാസ്റ്റിക്കേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കോളോൺ ആണ്. കോളോൺ 3 ആണ്. അപ്പോൾ അത് വരുന്നത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ്, കോളോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അടുത്തത് വരുന്നത് ഇലിയം. ഇലിയം സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പാർട്ടാണ്. ഇലിയത്തിൽ നടക്കുന്നത് ഇലിയം അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ് ഇലിയം. സ്റ്റൊമക്കിൽ എന്താ നടക്കുന്നത്? ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നോ സിഗ്നിഫിക്കൻറ്റ് ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി ഒക്കേഴ്സ് ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ദ നെക്സ്റ്റ് ദ ബൈൽ റിലീസ്ഡ് ഇൻ ടു ദ ഡുവോഡിനം കണ്ടെയ്ൻസ് ബൈൽ പിഗ്മെൻറ്റ്, ബൈൽ സാൾട്ട്, കൊളസ്ട്രോൾ, ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് എൻസൈംസ്. തെറ്റാണ്. ബൈൽ എൻസൈംസ് ഒന്നും സെക്രേറ്റ് ചെയ്യുന്നില്ല. അടുത്തതാണ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് ആർ അണ്ടർ ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോള് ആൻഡ് പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്. അത് കറക്റ്റാണ്. അടുത്തത് ഗ്യാസ്ട്രിക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻസ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ ന്യൂറൽ സിഗ്നൽസ്. അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ 2 ആണ്. അടുത്തത് ദ എൻസൈംസ് ദാറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ സാക്കസ് എൻഡറിക്കസ്. സാക്കസ് എൻഡറിക്കസ് എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ആണ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനകത്ത് ഇല്ലാത്തത് ന്യൂക്ലിയസസ് ആണ്. അത് കാണപ്പെടുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസിലാണ്. അടുത്തതാണ് ഇഫ് ദിസ് എൻസൈം വെയർ ടു ബി ആബ്സെൻറ്റ് ഇൻ അവർ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ് ഇൻ അവർ ബോഡി വുഡ് ബി സിവിയർലി അഫക്റ്റഡ്. ഏത് എൻസൈമാണ്? എൻഡ്രോകൈനേസ് ആണ്. അടുത്തത് ദ മെയിൻ ഡൈജസ്റ്റീവ് ഫങ്ഷൻ ഓഫ് എൻഡ്രോകൈനേസ്. എൻഡ്രോകൈനേസിൻ്റെ മെയിൻ ഡൈജസ്റ്റീവ് ഫങ്ഷൻ എന്താണ്? കൺവേർഷൻ ഓഫ് ട്രിപ്സിനോജൻ ഇൻറ്റു ട്രിപ്സിൻ എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ. അടുത്തത് സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ബ്രേക്ക് ഡൗൺ ഓഫ് ബയോമാക്രോ മോളിക്യൂൾസ് ഒക്കേഴ്സ് ഇൻ ദ ഡുവോഡിനം. പാൻക്രിയാസ് is an elongated gland that is situated between the limbs of the U-shaped duodenum. Ileum is the last part of the small intestine. Chief cells or zymogenic cells secrete large quantity of HCl. Select the wrong statement എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ബ്രേക്ക് ഡൗൺ ഓഫ് ബയോമാക്രോ മോളിക്യൂൾസ് ഒക്കേഴ്സ് ഇൻ ദ ഡുവോഡിനം, അത് ഓക്കെയാണ്. അടുത്തതെന്ന് പറയുന്നത് പാങ്ക്രിയാസ് ഇസ് ആൻ ഇലോങ്ങേറ്റഡ് ഗ്ലാൻഡ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ലിംസ് ഓഫ് ദ യു ഷേപ്പ്ഡ് ഡുവോഡിനം, അതും കറക്റ്റാണ്. ഇലിയം ഈസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, അതും കറക്റ്റാണ്. ചീഫ് സെൽസ് ഓർ സൈമോജനിക് സെൽസ് സെക്രീറ്റഡ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് HCl. ചീഫ് സെൽസ് ഓർ സൈമോജനിക് സെൽസ് എന്ന് പറയുന്നത് പ്രോ എൻസൈം സെക്രീറ്റ് ചെയ്യുന്ന സെൽസാണ്. ഓക്സിയൻറ്റിക് സെൽസ് അല്ലെങ്കിൽ പരൈറ്റൽ സെൽസ് ആണ് HCl സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് റോങ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രിപ്സിൻ ഡൈജസ്റ്റ് പ്രോട്ടീൻ ഇൻ ആൽക്കലൈൻ മീഡിയം. അത് ശരിയാണ്. പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ജിജിനം, അത് തെറ്റാണ്. കാര്യം എന്താ, പാങ്ക്രിയാറ്റിക് ജ്യൂസ് ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഡുവോഡിനത്തിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. ആൽക്കലൈൻ ഫുഡ് കണ്ടൻറ്റ് ഓഫ് ഇൻറ്റസ്റ്റൈൻ ഈസ് കാൾഡ് കൈമ്, അല്ല. അസിഡിക് ഫുഡാണ്, സ്റ്റൊമക്കിൽ ഫോം ചെയ്യുന്ന അസിഡിക് ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈമ് എന്ന് പറയുന്നത്. മ്യൂക്കോസൽ ലെയർ ഫോം റുഗേ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അത് തെറ്റാണ്. റുഗേ എവിടെയാണ്, സ്റ്റൊമക്കിൽ ഫോം ചെയ്യുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ക്രിപ്റ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റ് ഓഫ് ലിബർക്കിൻ എവിടെയാണ് ഫോം ചെയ്യുന്നത്, വില്ലസിലാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വില്ലസിലാണ്. അപ്പോൾ അതാണ്. അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പം ബി തെറ്റാണ്, സി തെറ്റാണ്, ഡി തെറ്റാണ്. ബി, സി ആൻഡ് ഡി ആർ ഇൻകറക്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്ഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് സെറ്റ് സുവോളജിക്കും ഉപകാരപ്പെടും, അതുപോലെ തന്നെ നമ്മുടെ HSST സുവോളജിക്കും ഒരു ബേസ് ആയിരിക്കും. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണാം. താങ്ക് യു.